ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത ഒരു മനുഷ്യന് ദുഷ്ടന്മാരോടുകൂടെ ഒരു മരണം അനുഭവിച്ചു. അതിനെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നത് അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹീനമായ മരണം. ഓർക്കണം, ഒരു പാപവും ചെയ്യാത്ത വ്യക്തിയാണ്. ആ വ്യക്തിക്കാണ് കൊടും ക്രൂരമായൊരു മരണം അനുവദിച്ചത്, ക്രൂശിലെ മരണം അനുവദിച്ചത്. ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായി 3 പ്രത്യേകതകൾ ഉണ്ട്. വേഗത്തിൽ പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏറ്റവും ശാപകരമായ മരണമാണ്. മോസ്റ്റ് കേഴ്സ്ഫുൾ ഡെത്ത്, ഏറ്റവും ശാപകരമായ മരണമാണ്. കുറ്റവാളിയായ ഒരു മനുഷ്യനെ അവർ കൊന്നതിന് ശേഷം എല്ലാവരും കാണത്തക്കവണ്ണം അവന്റെ മൃതശരീരം ഒരു മരത്തിൽ പരസ്യമായി കെട്ടിത്തൂക്കിയിടുമായിരുന്നു. റോഡിലൂടെ കടന്നു പോകുന്ന സകല ആളുകളും ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന ശവശരീരത്തെ നോക്കിയിട്ട് അവർ പറയും, ഇവൻ അധർമ്മി, ഇവൻ കുറ്റക്കാരൻ, ഇവൻ മരണയോഗ്യൻ, ഇവൻ ശപിക്കപ്പെട്ടവൻ, ഇവൻ ശപിക്കപ്പെട്ടവൻ. സകല ആളുകളും അവനെ ശപിച്ചു കടന്നു പോകും. ഗലാത്യർ 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവരെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. വായിൽ ഒരു വഞ്ചനയും ഉണ്ടായിട്ടല്ല, ഒരു സാഹസവും ചെയ്തിട്ടല്ല, ഒരു പാപവും ചെയ്തിട്ടില്ല. ബഹുമാന്യ ശ്രോതാവേ, അവൻ ഏറ്റവും ഹീനകരമായ ശാപകരമായൊരു മരണം അനുഭവിച്ചു. ക്രൂശിലെ മരണത്തിന് രണ്ടാമത്തെ പ്രത്യേകത അത് ഏറ്റവും വേദനാജനകമായ മരണമാണ് എന്നുള്ളതാണ്. മോസ്റ്റ് പെയിൻഫുൾ ഡെത്ത്. ഒരു വ്യക്തിയെ എത്രത്തോളം വേദനിപ്പിക്കാമോ ആ വേദനയുടെ ആ നെല്ലിപ്പലക എന്ന് പറയുന്നത് വരെ, അതിന്റെ അത്യുഗ്ര ശൃംഗം വരെ വേദനിപ്പിച്ചിട്ട് കൊല്ലാമോ അതിനുള്ള മാർഗമായിരുന്നു ക്രൂശുമരണം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് എത്രയോ വേദനകളേറ്റു. ആ ചൂടം അടികൊണ്ടവനായി, വേദനയാൽ പുളയുന്നവനായി അവൻ തീരുകയാണ്. എത്രയധികം വ്യതകളാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ചത്. അവനെ കാൽവറിയിലേക്ക്, ആ മലമുകളിലേക്ക്, ഗോൽഗോത്ത മലമുകളിലേക്ക് അവർ കൊണ്ടുവന്നു. ആ ക്രൂശ് തറയിൽ നിവർത്തിയിട്ടു. നമ്മുടെ കർത്താവിനെ എടുത്ത് ആ ക്രൂശിന്മേലേക്ക് ഇട്ടു. അവന്റെ കൈകളും കാലുകളും ചേർത്ത് വെച്ച് ആ കാരിരുമ്പാണികൾ അടിച്ച് ക്രൂശിനോട് ചേർത്ത് ബന്ധിക്കുകയാണ്. 22-ാം സങ്കീർത്തനം 16-ാം വാക്യം അവിടെ നിറവേറുകയാണ്. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. മാത്രമല്ല, തറയിലൊരു കുഴിയെടുത്തിട്ട് ആ കുഴിയിലേക്ക് ഈ കുരിശ് നാട്ടി നിർത്താനായിട്ട് ഇടുകയാണ്. കേവലം 3 ആണികളിന്മേൽ താങ്ങി നിൽക്കുന്ന ഈ ശരീരവുമായി ഈ കുരിശുമായി കുഴിയിലേക്ക് വീഴുമ്പോൾ സങ്കീർത്തനങ്ങൾ 22:16 എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട 14-ാം വാക്യം, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരസ്ഥി ബന്ധം വിട്ടാൽ എന്തോ ഒരു വേദനയായിരിക്കും. ഏറ്റവും വേദനാജനകമായ മരണം, ആ മരണമാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ചത്. ഒരു സാഹസവും ചെയ്യാത്ത മനുഷ്യൻ, ഒരു വഞ്ചനയുമില്ലാത്ത മനുഷ്യൻ, പാപം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന ദൈവപുത്രൻ, അവൻ നമുക്ക് വേണ്ടി എത്രയധികം വേദനകളാണ് അനുഭവിച്ചത്. ക്രൂശിലെ മരണത്തിന് 3-ാമത്തെ പ്രത്യേകത അതേറ്റവും നിന്ദാജനകമായ മരണമാണ്. മോസ്റ്റ് ഷെയിംഫുൾ ഡെത്ത്. ഒരു വ്യക്തിയെ സമൂഹത്തിന് മധ്യത്തിൽ എത്രത്തോളം അപമാനിതനാക്കിയിട്ട് കൊല്ലാമോ അതിനുള്ള മാർഗമായിരുന്നു ക്രൂശുമരണം. എന്തിനു വേണ്ടിയാണ് യെരൂശലേമിന്റെ വീഥികളിലൂടെ ഭാരമേറിയ മരക്കുരിശു വെടിപ്പിച്ചുകൊണ്ട് ദൈവപുത്രനെ നടത്തിക്കൊണ്ട് പോയത്? അനേക ആളുകൾ ഈ കാഴ്ച കാണണം, കാണുന്നവരെല്ലാം അവനെ പരിഹസിക്കണം, അവനെ നിന്ദിക്കണം. നിന്ന് എന്റെ ഹൃദയത്തെ തകർത്തു എന്ന് പറയത്തക്കവണ്ണം ദൈവപുത്രൻ നിന്ദാജനകമായൊരു മരണം അനുഭവിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സാഹസവും ചെയ്യാത്ത വ്യക്തി, ഒരു പാപവും ചെയ്യാത്ത വ്യക്തി, അവൻ നമുക്ക് വേണ്ടി എത്രയോ വേദനകളാണ് അവൻ അനുഭവിച്ചത്. എന്തിനു വേണ്ടിയാണ് അവൻ ഈ വേദനകളൊക്കെ അനുഭവിച്ചത്? തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, അവൻ നമുക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തയാഗമായി തീർന്നു. യോഹന്നാൻ അപ്പോസ്തലനും ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഉറപ്പുപ്പെടുത്തുന്നുണ്ട്. ദൈവപുത്രൻ ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു അനുഭവിച്ചത്. പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ ഒരുവന് വേണ്ടി വേറൊരാൾ മരിക്കുക, പാപികൾക്ക് വേണ്ടി പാപമില്ലാത്ത ഒരുവൻ യാഗമായി തീർന്നു. അതാണ് ക്രൂശിലെ മരണം. വർത്തമാന പത്രങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ എത്രയെത്ര മരണങ്ങൾ നമുക്ക് അനുദിനവും കാണുവാനായിട്ട് കഴിയും. 2 യുവാക്കന്മാർ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു ടിപ്പർ വന്നു, ഇടിച്ചു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കന്മാർ തൽക്ഷണം മരിച്ചു. നമുക്കറിയാം, അത് അപകട മരണമാണ്. 2 പേരിങ്ങനെ വിഷം കഴിച്ചു മരിച്ചു.
അത് ആത്മഹത്യയാണ്. മറ്റൊന്ന് വായിക്കുന്നു, 30 വയസ്സുള്ള യുവാവ് എലിപ്പനി വന്ന് മരിച്ചു, അത് അസുഖമരണമാണ്. വേറൊന്ന് വായിക്കുന്നു, 95 വയസ്സുള്ള വല്യമ്മച്ചി മരിച്ചു, അത് വാർദ്ധക്യ സഹജമായ മരണമാണ്. മറ്റൊന്ന് വായിക്കുന്നു, 25 വയസ്സുള്ള മകൻ 60 വയസ്സുള്ള അപ്പനെ കോടാലി കൊണ്ട് വെട്ടിക്കൊന്നു, അത് കൊലപാതകമാണ്. അങ്ങനെ എത്രയെത്ര മരണങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് തലയോടും നർത്തമുള്ള ഗോൽഗോഥാ മലയിൽ ദൈവപുത്രനായ യേശു മരിച്ചതിനെ കുറിച്ച് തിരുവെടുത്തു പറയുന്നു, അവന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്. ഒരുവന് വേണ്ടി മറ്റൊരാൾ മരിക്കുക, എനിക്ക് വേണ്ടി വേറൊരാൾ മരിക്കുക. ഞാനായിരുന്നു സാഹസം ചെയ്തവൻ, ഞാനായിരുന്നു വഞ്ചനക്കാരൻ, ഞാനായിരുന്നു അധർമ്മി, എനിക്ക് വിരോധമായിരുന്നു കൈയെഴുത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പാപമില്ലാത്ത ഒരുവൻ എന്റെ മുഴുവൻ പാപങ്ങളെയും വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇന്ന് രാത്രി ദേശം വളരെ വ്യക്തമായിട്ട് ഓർക്കണം, ദൈവപുത്രനായ യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. സുഹൃത്തെ, നിനക്ക് വേണ്ടിയാണ്. നമ്മുടെ മതം ഏതുമാകട്ടെ, ജാതി ഏതുമാകട്ടെ, നമ്മുടെ നിലവാരം എന്തുമാകട്ടെ, ഞാനും നിങ്ങളും ആരുമാകട്ടെ, നമുക്ക് വേണ്ടി ദൈവപുത്രൻ ക്രൂശിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവനാണ് യഹോവയുടെ ഭുജം. സാഹസമൊന്നും ചെയ്യാതെ ഇരുന്നിട്ടും, വായിൽ വഞ്ചനയൊന്നുമില്ലാതിരുന്നിട്ടും ആര് അധർമ്മികളോടുകൂടെ മരിച്ചുവോ അവനാണ് യഹോവയുടെ ഭുജം എന്ന് പറയുന്നത്. 4-ാമത്തെ ആശയത്തിലേക്ക് വരാം. 9-ാം വാക്യം നമുക്ക് നോക്കാം, പെട്ടെന്ന് വായിക്കാം. 9-ാം വാക്യം. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെയായിരുന്നവനാരാണോ അവനത്രേ യഹോവയുടെ ഭുജം. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേക ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ സമ്പന്നന്മാരോടുകൂടെ മരിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനത്രേ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് അവൻ യഹോവയുടെ ഭുജമാണ്. നമുക്കറിയാം, ശാപകരമായൊരു മരണമാണ് കർത്താവ് അനുഭവിച്ചത്. ബൈബിൾ ആ കാര്യം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശാപകരമായൊരു മരണമാണ് എങ്കിലും ആ മരണം, അതിന്റെ ഒടുവിൽ കർത്താവ് മരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നിവർത്തിയായി എന്ന് പറഞ്ഞ് അവൻ തലചായ്ച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, ആ നിവർത്തിയായി എന്ന് പറയുന്നത് വലിയൊരു വിജയത്തിന്റെ ശബ്ദമാണ്, വലിയൊരു ജയഭേരിയുടെ ശബ്ദമാണത്. അന്ധകാര ശക്തിയോട് പോരടിച്ച് അന്ധകാര ശക്തിയെ വിജയിപ്പിച്ച ശബ്ദമാണ് ടട്ടലസ്റ്റായി എന്ന് പറയുന്നത്. താൻ എന്തിനു വേണ്ടി ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നുവോ അത് മുഴുവനും ഒട്ടും ബാക്കി വെക്കാതെ പൂർത്തിയാക്കിയ ആ വിജയത്തിന്റെ ശംഖുനാദമാണ് ടട്ടലസ്റ്റായി എന്ന് പറയുന്നത്. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. നമുക്കറിയാം, ഞാൻ എന്തെങ്കിലും മരിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നെങ്കിൽ, ഒരു കൊല്ലം കൂടെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ പല കാര്യങ്ങളും ക്രമപ്പെടുത്താമായിരുന്നു. എന്നാ ദൈവപുത്രന്റെ മരണം മുഴുവനും തികച്ച ശേഷമുള്ള മരണമായിരുന്നു. ടട്ടലസ്റ്റായി അവൻ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ കർത്താവിന്റെ ആ ഭൗതിക ശരീരം ക്രൂശിൽ കിടക്കുകയാണ്. സാധാരണ ആ തലയോടണമെന്നുള്ള ഗോൽഗോഥാ മല എത്രയെത്ര മരണങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ആ തലയോടത്തിന് പറയാനൊരു സന്ദേശമുണ്ട്. ഇവിടെ ക്രൂശിച്ചു കൊല്ലുന്ന മുഴുവൻ ആളുകളും അവരുടെ ശവശരീരം എടുക്കുവാൻ ആരും വരികയില്ല. ആ ക്രൂശിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി സംസ്കരിപ്പാൻ ഒരുത്തരമുണ്ടാവുകയില്ല. ഇത്ര ശാപകരമായ മരണം അനുഭവിച്ച ഈ ശവമെടുക്കാൻ ഈ ശവത്തിന് പിന്നാലെ പോകുന്നവനാരാണ്? മാന്യന്മാരാരും പോവുകയില്ല, ആരും കടന്നു പോവുകയില്ല. അത് കാഴുകന്മാർ അത് കൊത്തി തിന്ന് അതവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ദൈവപുത്രന്റെ ശരീരം അവർ ഏറ്റുവാങ്ങുകയാണ്. ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല, അവർ ജോസഫിന്റെ പാറയിൽ വെട്ടിയ പുതിയ കല്ലറയിൽ അടക്കം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ജോസഫ് എന്നത് ഒരു റോമൻ മന്ത്രിയാണ്. നിക്കോദിമോസ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുന്ന ആ മനുഷ്യൻ, മന്ത്രിയും പ്രമാണിയുമായവർ അവന്റെ ശരീരം വന്ന് ഏറ്റെടുക്കുകയാണ്. സമൂഹത്തിലെ പ്രബുദ്ധരായ ആളുകൾ അവന്റെ ശരീരം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല, ജോസഫിന്റെ പാറയിൽ വെട്ടിയെടുത്ത പുതിയ കല്ലറ, സുന്ദരമായ കല്ലറ, ആ കല്ലറയിൽ അവനെ അടക്കം ചെയ്യുകയാണ്. ജോസഫിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, അവൻ അരിമത്യയിലെ ജോസഫ് എന്നാണ് വായിക്കുന്നത്. അരിമത്യക്കാരൻ എന്തിന് ഇവിടെ വന്ന് ശവക്കല്ലറ പണിയണം? അരിമത്യക്കാരൻ എന്തിന് ഇവിടെ വന്ന് അവനൊരു ശ്മശാന സ്ഥലം ഉണ്ടാക്കണം? അത് വൈരുദ്ധ്യമല്ലേ പ്രിയപ്പെട്ടവരെ?
അരിമത്യക്കാരന് തീർച്ചയായും അവന്റെ നാട്ടിലൊരു കല്ലറ ഉണ്ടാകും. അവനോടൊരു പക്ഷേ ചിലർ ചോദിച്ചു കാണും, അല്ലയോ ബഹുമാനപ്പെട്ട മന്ത്രി, നീ എന്തിനാണ് ഇവിടെ ഒരു ശവക്കല്ലറ ഉണ്ടാക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അതുണ്ടാക്കിയത് അവന് വേണ്ടിയായിരുന്നില്ല, അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അല്ലയോ മന്ത്രിയെ, നീ കർത്താവിന് വേണ്ടി ഒരു കല്ലറ ഉണ്ടാക്കുക. ആ കല്ലറയിൽ അവൻ അടക്കം ചെയ്തു. അവൻ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ഏകദേശം 100 റാത്തൽ സുഗന്ധതൈലങ്ങൾ അവന്റെ ശരീരത്തിൽ പൂശി അങ്ങനെയാണ് അവരെ അടക്കം ചെയ്തത്. നമ്മുടെ അളവിൽ പറഞ്ഞാൽ ഏതാണ്ട് 40 കിലോ സുഗന്ധ വസ്തുക്കൾ അവന്റെ ശരീരത്തെ പൊതിഞ്ഞ് അവനെ അടക്കം ചെയ്തു. അതിനും പ്രവചനമുണ്ട്. നിന്റെ പരിശുദ്ധനായ ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല. അവന്റെ ശരീരത്തിൽ ദ്രവത്വം എന്ന് പറയുന്നത് അല്പം പോലും ഏശിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇവനത്രേ സമ്പന്നന്മാരോടുകൂടെ അടക്കപ്പെട്ടവൻ. മാത്രമല്ല, അവന്റെ കല്ലറയ്ക്ക് ചുറ്റും കരുത്തരായ റോമൻ പടയാളികളെ കാവൽ നിർത്തി. അവർ കയ്യിൽ കുന്തം പിടിച്ചുകൊണ്ട് കണ്ണിലെണ്ണ ഒഴിച്ചുകൊണ്ട് സദാജുഗരായ കല്ലറയ്ക്ക് കാവൽ നിൽക്കുകയാണ്. ചോദിക്കട്ടെ, ആർക്കിങ്ങനെ ഒരു അടക്കം കിട്ടിയിട്ടുണ്ട്? എന്നാൽ ഇന്ന് രാത്രി എന്നെ ചങ്ക് തുറന്ന് ഞാൻ പറയട്ടെ, സന്തോഷത്തെ ഞാൻ പറയട്ടെ, അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ കല്ലറയ്ക്ക് അവനെ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം, നമ്മുടെ ശരീരത്ത് ഒരു മുള്ളു കൊണ്ടാൽ ആ മുള്ളി ശരീരത്തിൽ ഇരിക്കയില്ല, പഴുക്കും, വേദനയാകും, അസ്വസ്ഥയാകും. അതെടുത്തു കളഞ്ഞാലേ അവന് സൗര്യം വരികയുള്ളൂ. അല്ലയോ പാർത്തലമേ, ഈ ഭൂമിയെ നിനക്ക് ദൈവപുത്രനെ പിടിച്ചു വെക്കാൻ അധികാരമുണ്ടോ? ഈ ഭൂമിക്കത് കഴിഞ്ഞില്ല. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലെ മുഴുവൻ മഹാരഥന്മാരും ഇന്നും കല്ലറയ്ക്കുള്ളിൽ വിശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മാത്രം ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു. ഇടമറുക് ജോസഫിനോ ഏറ്റിക്കോവൂരിനോ യുക്തിവാദത്തിനോ നിരീക്ഷണവാദത്തിനോ ഒരിക്കലും വായ്മൂടി കെട്ടാനാവാതെ ചരിത്രത്തോടെ ഒരു തുറന്ന കല്ലറ വിളിച്ചു പറയുന്നു, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെ